നട്ടുച്ചയ്ക്ക് ഇതാ ഒരുങ്ങി കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ അച്ഛൻ വരുന്നത് നോക്കി കാറുമായിട്ട് ഞങ്ങൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി ആദ്യം തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ കൊണ്ട് അല്ല, നമ്മുടെ വള്ളുവന്തറ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. ഒരു ദിവസമെങ്കിലും പോയി അവിടുത്തെ അന്നദാനം കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ ഇത് അങ്ങോട്ട് വന്നു. ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. വെയിലായതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. ഒരു കുട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഋതുവിനെ ഇതാ കുടയുടെ കീഴിലോട്ട് കുറച്ച് നേരം കയറ്റി നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കേണ്ട, പോയി അവിടെ പോയി പറഞ്ഞാൽ മതി, അവർ ഫുഡ് തരുമെന്ന് കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ എനിക്കും ഋതുവിനും പെട്ടെന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. ഞാൻ ഋതുവിന് കുറച്ച് ചോറ് മാത്രം ഞെരടി കൊടുത്തിട്ടുണ്ടായിരുന്നേ. കുഞ്ഞൻ വരുന്നവരെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞനും കൂടെ വന്നതിന് ശേഷം ഇതാ ചോറിട്ട് കൈയൊക്കെ കഴുകി പാത്രമൊക്കെ അവിടെ കഴുകി കൊടുത്തിട്ട് ഇതാ നേരെ ഇതാ ഞങ്ങൾ ഇനി മുടി വെട്ടാൻ പോകണം കുഞ്ഞന്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറി മുടിയും കൂടെ വെട്ടിയിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് കരുതി കേട്ടോ. ഋതു പാലൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണേ. അങ്ങനെ കുഞ്ഞെന്താ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും പോയിട്ടുണ്ട്. കുളിച്ചല്ലോ, ഫ്രണ്ടിൽ അധികം എടുത്തില്ല, അതിനകത്ത് എസിയാ, അതാ അടച്ചിട്ട് കുളിച്ച് ഞങ്ങൾ രണ്ടുപേരും. ഞാൻ പിന്നെ ഋതുവിന് തുടച്ചെങ്കിലും കൊടുത്തു. കുഞ്ഞൻ ഞങ്ങളെ കാറിൽ ഇരുത്തിയാട്ടോ പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങളത് വീർത്ത് കുളിച്ച് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു.